നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആരോടോ പ്രദീപേ ആ വന്നിരിക്കുന്നത്? സാറേ, അത് നമ്മുടെ കോട്ടയം പ്രദീപല്ല. കോട്ടയം പ്രദീപ് ഞാനല്ലയോ. അടുത്ത വരുന്നതേ നമ്മുടെ അർജുനനാ. എങ്കിലും അയാൾ വരാൻ പറയൂ. എന്താടോ അർജുന, എന്താ തന്റെ സൂപ്പർ പവർ? മോഹനല്ലേ? മോഹനമല്ലയോ? തനിക്ക് ആള് മാറി. ഞാൻ മധുവാണ്. അല്ല സാറേ, ഞാനേ മോഹനല്ലേ വിളിച്ചാൽ തുടങ്ങാറുള്ളൂ. ആ ശരി, താൻ തുടങ്ങിയാട്ടെ. മോഹനല്ലേ അമ്മേ, എൻ്റെ രണ്ടുപേര് കവിത ഞാൻ പാടാം. എൻ്റെ കവിതയുടെ പേര് പച്ചമാങ്ങാത്തൊലി. മകരന്തമാലേയ മാങ്ങാത്തൊലികൾക്ക് മാമ്പൂ മണക്കുന്ന മഞ്ഞുകാലം. തന്റെ കവിതയെ കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. യഥാർത്ഥ കവിത എന്താന്ന് ഇപ്പൊ കേൾപ്പിച്ചു തരാം. ആ അനിൽ പരശുരാൻ എവിടെ? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ഇപ്പൊ മനസ്സിലായോ എന്താ കവിതയെന്ന്? അടുത്ത ആരോടോ വന്നിരിക്കുന്നത്? സാറേ, അത് നമ്മുടെ ബാബുരാജാ. എങ്കിൽ വാടോ. എന്താടോ ബാബുരാജേ, എന്താ തന്റെ സൂപ്പർ പവർ? ഇത്ര മോശ സമയത്തും ഇവിടെ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ സെലക്ഷൻ നടത്തിയതിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്നെപ്പറ്റി പല ഊഹാപോഹങ്ങൾ ഏറലുണ്ട്. ഞാൻ സിനിമയിൽ തല്ലുകൊള്ളുന്നത് സൂപ്പർ ഹീറോ അല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞാൻ നിയമപരമായും കായികപരമായും നേരിടും. അത് പുറത്ത് ജെട്ടിയിട്ട് കിടക്കുന്ന സൂപ്പർമാൻ ആയാലും വല നെയ്ത് കിടക്കുന്ന സ്പൈഡർമാൻ ആയാലും എൻ്റെ മാനുവൽ മനസാക്ഷിയാണ്. ഈ കാണുന്ന സൂപ്പർ ഹീറോകളെക്കായി എല്ലാം നന്നായി ചെയ്യുന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ സൂപ്പർ പവർ. അല്ല, അടുത്ത ആരാ വരുന്നത്? നമ്മുടെ ഹരീഷ് കണാരനല്ലേ? എന്താടോ, എന്താ തന്റെ സൂപ്പർ പവർ? അല്ല അല്ല, ഇതാ അപ്പ സൂപ്പർ പവർ. ഇതൊന്നല്ല സൂപ്പർ പവർ. സൂപ്പർ പവർ എന്ന് പറഞ്ഞാല് രണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത്, അക്കാലത്ത് ഈ ഡിങ്കനൊന്നും ഇല്ലല്ലോ. അന്ന് ഒരു കുട്ടി കൂറ കരച്ചില് കരയാ. അന്ന് നമ്മളാണ് ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛൻ കൂറയും അമ്മ കൂറയും കാണിച്ചത്. ആ കുട്ടിയാണ് പിന്നീട് കുട്ടിക്കൂറ പൗഡർ ആയത്. ആ കുട്ടിയാണ്